ഹായ് അസ്സലാമലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാ കൂട്ടുകാരും സുഖമായിട്ടും സേഫായിട്ടും ഇരിക്കല്ലേ. അപ്പം മക്കളെ, നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നമുക്ക് നഷ്ടപ്പെട്ട മുടിയൊക്കെ നമുക്ക് തിരിച്ച് കിട്ടണം. നമുക്ക് നരച്ച മുടിയൊക്കെ നമുക്ക് കറുപ്പിച്ച് കിട്ടും വേണം. അപ്പം നമ്മളെ മുടിൻ്റെ സൗന്ദര്യമൊക്കെ നമുക്ക് കൂട്ടണം. അപ്പോൾ അതിനുള്ള വീഡിയോ കൊണ്ടാണ്. അപ്പോൾ നിങ്ങൾ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ. അപ്പോൾ മക്കളെ, നമ്മൾ ആദ്യം നമ്മളെ കറ്റാർ വാഴ എടുക്കട്ടെ. ഒക്കെ നമ്മളെ തൊടിയിലുള്ള തന്നെയാണ്. അപ്പോൾ അറിയാത്തവർക്ക് അറിയാനും വേണ്ടിയിട്ടും അറിയണവർക്ക് ഒന്ന് ഓർമ്മ ആകാനും വേണ്ടിയിട്ടുള്ള ടിപ്പുകളൊക്കെയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കറ്റാർ വാഴ കൊടുക്കാണ്ട് രാവിലെ തന്നെ അതൊന്ന് കുത്തനെ വെച്ചിക്കണ്. അതിൻ്റെ ആ വിഷദ്രാവകം ഒന്നുകൊണ്ട് വലിച്ചു പോയിക്കോട്ടെ. നമ്മൾ നബിതങ്ങൾ പറഞ്ഞതും ശാസ്ത്രം പിന്നീട് തെളിയിച്ചതും ഇത് തന്നെയാണ് കേട്ടോ. എന്താ വെച്ചാൽ കറ്റാർ വാഴ നിങ്ങൾ സൗന്ദര്യത്തിന് ഉപയോഗിച്ചോളി, അതിൻ്റെ ആ വിഷദ്രാവകം ഒഴിവാക്കിയിട്ട് എടുത്താൽ മതി എന്നാട്ടാ നബിതങ്ങൾ പറഞ്ഞിട്ടുണ്ടത്. അപ്പോൾ നമ്മളത് രാവിലെ തന്നെ കൊണ്ടുകാണ്ട് അവിടെ കുത്തനെ വെച്ചിക്കണ്. അപ്പോൾ അതിങ്ങനെ അതിൻ്റെ മഞ്ഞ ദ്രാവകം ഇങ്ങനെ പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ രാവിലെ എടുക്കുകയാണെങ്കിൽ വൈകുന്നേരം എടുത്തുകാണ്ട് കുത്തനെ വെക്കണം, എന്നിട്ട് രാവിലെ എടുക്കാൻ പാടുള്ളൂ. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഒരുവിധ ആൾക്കാർക്കൊക്കെ അറിയിക്കാനോ, എന്നാലും ഞാൻ ഒന്ന് ഓർമ്മപ്പെടുത്തണം കേട്ടോ. അപ്പോൾ നമ്മൾ രണ്ടാമത് എടുക്കേണ്ടത് മൈലാഞ്ചിയാണ്. ഒക്കെ നമ്മളെ വീട്ടിൽ തന്നെയാണ് ഉള്ളത് കേട്ടോ. അപ്പോൾ എല്ലാം ഞാൻ ഒന്നും എടുത്ത് കാണിക്കണില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ കാണിച്ചു തരുമ്പോൾ ഇങ്ങനെ വെറുപ്പാണ്ട് വെച്ചിട്ടേ. അപ്പോൾ നമ്മൾ മൈലാഞ്ചിയൊക്കെ കൊണ്ടുവന്നുകാണ്ട് പിന്നെ വൈകുന്നേരമായിട്ട് ഉണ്ടാക്കേണ്ടത്. അപ്പോൾ മൈലാഞ്ചി കൊണ്ടുവന്നുകാണ്ട് അതൊക്കെ ഈരി വെച്ചിക്കണ്. അപ്പോൾ എൻ്റെ കൈക്ക് ഒരു 1.5 പൊടി മൈലാഞ്ചി എടുത്തിക്കണ് കേട്ടോ. എൻ്റെ കൈ വലിയൊരു കൈയാണ്. അപ്പോൾ ഇനി ബാക്കിയുള്ള സാധനങ്ങളൊക്കെ നമുക്ക് എടുക്കാം. ഇനി നമ്മൾ എടുക്കേണ്ടത് പനിക്കൂർക്ക കേട്ടോ. ഈ പനിക്കൂർക്ക എടുക്കാഞ്ഞാൽ നമുക്ക് നീരിറങ്ങിക്കാളും. അതിനാട്ടോ പനിക്കൂർക്ക എടുക്കേണ്ടത്. അപ്പോൾ അതും അതേപോലെ തന്നെ 1.5 പൊടി എടുത്തുക്കണം കേട്ടോ. പിന്നെ തുളസി, അതും ഒരു 1.5 പൊടി തുളസി എടുത്തുക്കണ്. പിന്നെ ഇത് ചെമ്പരത്തിൻ്റെ മൊട്ടും പൂവും ഒക്കെ ഉണ്ട്. നല്ല നാടൻ ചെമ്പരത്തി. ഇപ്പോൾ പല സൈസ് ചെമ്പരത്തി ഉള്ളതല്ലേ. അപ്പോൾ നാടൻ ചെമ്പരത്തി തന്നെ കിട്ടുകയാണെങ്കിൽ അതാണ് കേട്ടോ നല്ലത്. അപ്പോൾ അതൊക്കെ ഒരു 8-10 ഒക്കെ എത്രയും വേണമെങ്കിൽ എടുക്കട്ടോ. പിന്നെ നമ്മൾ ആര്യവേപ്പില നമ്മളെ വീട്ടിൽ തന്നെ ഉള്ളതാണ്. അതിൻ്റെ ആ തളിര ഇലയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ആ നീരൊക്കെ ഉണ്ട് കിട്ടാൻ. പിന്നെ താരന് അതൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പോയി കിട്ടും. പിന്നെ പേനും ഒക്കെ ചൊറിച്ചിലിനൊക്കെ ആക്കണ്ടാവും. ഒക്കെ ഈ വേനൽക്ക് ഉണ്ടാക്കാൻ പറ്റിയ ഇതാണ് കേട്ടോ. വേനൽക്കയും ഇങ്ങനത്തെ മരുന്നൊക്കെ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. പിന്നെ നമ്മൾ നല്ല നാടൻ കറിവേപ്പില നല്ല ഇളയ കറിവേപ്പിലാണ്. അതും കുറച്ച് കൂടുതൽ എടുത്തുക്കണം കേട്ടോ. അപ്പോൾ അതും ഒക്കെ അയക്കേണ്ട ഈരിട്ട്. കരിവേപ്പില കുറച്ച് കൂടുതലുണ്ടേനി. അപ്പോൾ അത് ഇലകളൊക്കെ എത്രയും വേണമെങ്കിലും എടുക്കുക. പിന്നെ നമ്മൾ അതിലേക്ക് എടുക്കേണ്ടത് ഒരു 2 സ്പൂൺ ഉലുവ ഞാൻ നല്ല രാത്രി വെള്ളത്തിലിട്ടിക്കണം കേട്ടോ. അപ്പോൾ പിന്നെ രാവിലെ എടുത്ത് വെച്ച് ഇനി പൊളിച്ചാലോന്ന് വിചാരിച്ചാണ് പിന്നെ ഫ്രിഡ്ജിക്ക് വെച്ച് വൈകുന്നേരമല്ലേ പിന്നെ ഉണ്ടാക്കേണ്ടത്. അപ്പോൾ നല്ല പൊതിരണം. പിന്നെ നമ്മളെ കറ്റാർ വാഴ അത് നമ്മൾ ആ തലക്കണ്ട അവിടെ നിന്ന് ചെത്തിയിടട്ടോ. ആ വിഷദ്രാവകം ഇങ്ങനെ ഒഴിച്ച് വന്നാൽ അതുകൊണ്ട് ചെത്തിയിട്ട് നമ്മളതിൻ്റെ ആ മുള്ളുണ്ടല്ലോ അതുകൊണ്ട് ഈരിക്കാണ്ട് അതിക്ക് തീക്ക് പീസാക്കി ഇട്ട് കൊടുക്കുക. അപ്പോൾ എല്ലാ സാധനവും നമ്മളെ വീട്ടിലുള്ള തന്നെ ഉണ്ട്. കറിവേപ്പില മാത്രം ഞാൻ അടുത്തുനിന്ന് വാങ്ങിയിട്ടുള്ളൂ. ബാക്കിയൊക്കെ എല്ലാ വീട്ടിലും ഉണ്ടാകുന്ന സാധനങ്ങൾ തന്നെയാണ്. അപ്പോൾ എല്ലാവരും ഈ വേനൽക്കാലത്ത് ഇതൊന്നും ഉണ്ടാക്കി നോക്കേണ്ടി. മുടി കൊഴിച്ചിലില്ലാന്ന് ആർക്കും ഉറപ്പായിട്ട് പറയാൻ പറ്റില്ല. എല്ലാവർക്കും മുടി കൊഴിച്ചിലുണ്ടാവും. അപ്പോൾ ഈ വേനൽക്കാലത്ത് ഇതൊക്കെ ഉണ്ടാക്കാനും അത് തലയിലിടാനും പറ്റുള്ളൂ കേട്ടോ. മഴക്കാലത്ത് ഇങ്ങനത്തെ ഒന്നും യൂസ് ചെയ്യാൻ പറ്റില്ല. എന്താ വെച്ചാൽ നീരിറങ്ങ് സോക്കടാവും ഒക്കെ ചെയ്യും കേട്ടോ. അപ്പോൾ എല്ലാവരും ഈ സമയം മിസ്സാക്കരുത്. അപ്പോൾ നമ്മൾ പറഞ്ഞ പിന്നെ ഇത് ഉലുവ കൂടുതലാവാൻ പാടില്ല കേട്ടോ. ഞാൻ 1 ലിറ്റർ വെളിച്ചെണ്ണ കൊണ്ടാണ് ഉണ്ടാക്കേണ്ടത്. അപ്പോൾ 2 സ്പൂണ് അതിൽ കൂടാൻ പാടില്ല. ഉലുവ ചൂടാണ്, ഉലുവ കൂടാൻ പാടില്ല കേട്ടോ. അയച്ചിട്ട് ഉലുവ മിസ്സാക്കാനും പാടില്ല. ഉലുവ നല്ല മരുന്നാണ് മുടി വളരാൻ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതൊക്കെ ഇനിയിപ്പോൾ മിക്സിയിൽ ഒരുപാട് നേരം അടിച്ചണ്ടേ, വെള്ളം കൂട്ടാനായിട്ട് പാടില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു നമ്മളെ മുറ്റത്ത് തന്നെ ഉരലുണ്ട് കേട്ടോ. അപ്പോൾ ആ ഉരലിലിട്ടുകാണ്ട് ഒന്നടി ഇടിച്ചാൽ അമ്മീനെക്കാട്ടി എളുപ്പത്തിൽ എനിക്ക് കയ്യിൽ ഇതാണ് കേട്ടോ. അമ്മിമലായാലും കുറച്ച് നേരം അരക്കേണ്ടി വരും, വെള്ളമൊന്നും കൂട്ടാതെ അരക്കല്ലേ. അപ്പോൾ ഞാൻ ഉരലിലിട്ടുകാണ്ട് നല്ല ചതുക്കുകയാണ് കേട്ടോ. നല്ലണ്ട് ഭസ്മാക്കിക്കാണ്ട് അരച്ചെടുക്കുകയാണ്, ഇടിച്ചെടുക്കുകയാണ്. അപ്പോൾ ഞാൻ അതിൻ്റെ വേവും ഒക്കെ കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ പുറത്തെ മുറ്റത്ത് അടുപ്പുമ്മൽ വെച്ചുകൊണ്ടാണ് ഞാൻ ഇത് ഉണ്ടാക്കേണ്ടത്. അപ്പോൾ നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. പിന്നെ അടിയിൽ വെച്ചുകൊണ്ട് നിർത്തി പോവല്ലിട്ടാ. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ വേവ് ശരിക്കും മനസ്സിലാക്കണം, അല്ലാതെ നമുക്ക് നീരിറങ്ങും. പിന്നെ നല്ല ആട്ടിച്ച വെളിച്ചെണ്ണമാണ് കേട്ടോ. നമ്മൾ വീട്ടിലൊക്കെ ആട്ടിക്കൂല. ഇനി ആട്ടിച്ചത് നമ്മളെ വീട്ടിൽ ആട്ടിച്ച ഇല്ലെങ്കിൽ മില്ലിൽ പോയാൽ കിട്ടും. അതൊക്കെ ഈ കാലത്തേ പറ്റുള്ളൂ. അപ്പോൾ ഈ വേനൽക്കാലം ആരും മിസ്സാക്കരുത്. എല്ലാവരും നോക്കിയിട്ടാ ഒക്കെ നല്ല ശ്രദ്ധിച്ച് കണ്ടോളി കേട്ടോളിട്ടാ. അപ്പോൾ നമ്മൾ മോള് പറഞ്ഞ് ഞാനൊന്ന് ഇടിച്ചു നോക്കാമെന്ന്. ഓളെ ജീവിതത്തിലോള് ഇടിച്ചിട്ടൊന്നുമില്ല. അപ്പോൾ ഓളൊന്ന് ഇടിച്ചു നോക്കാമെന്ന് പറഞ്ഞാണ്ട് ഓളൊന്ന് കുറച്ച് ആക്കി തരാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഇതിലിട്ട വല്ല ആക്കിയാൽ എനിക്കത് ശരിയായി കിട്ടും ചെയ്യും. അപ്പോൾ നല്ല ഭസ്മമായി കിട്ടുന്നുണ്ട്.
മുടി കൊഴിച്ചിലുണ്ടായാൽ എല്ലാവർക്കും കുട്ടികൾക്കായാലും ഒക്കെ ഒരു ടെൻഷനാണ്. എന്താ വെച്ചാൽ നമ്മൾ തലീനാളെയും മുടി ഇങ്ങനെ പോണതെന്ന്. പിന്നെ മുടി നരച്ചാലും അതും ടെൻഷൻ തന്നെ. അപ്പോൾ അതിനൊക്കെ ഉള്ള പരിഹാരമാണ് കേട്ടോ. അപ്പോൾ ഒരുവിധ ആൾക്കാർക്കൊക്കെ അറിയിക്കാരോ, നല്ലത് കാണുമ്പോഴെങ്കിലും ഉണ്ടാക്കാനുള്ളൊരു മനസ്സ് വേണമെങ്കിൽ അപ്പോൾ ഒന്ന് ശരിക്കും കണ്ടെങ്കിലേ ഉള്ളൂ കേട്ടോ. പിന്നെ നമ്മൾ കൈമൽ എണ്ണാകാതെ ഇടണ നമ്മളൊരു ട്രിക്ക് കൊണ്ടിട്ടാ, അപ്പോൾ അതും ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് കണ്ടു നോക്കിയിട്ടാ. കുട്ടികൾക്കൊക്കെ കൈമൽ എണ്ണാവും എന്നുള്ള ഒരു ഇതല്ലേ, അപ്പോൾ കൈമൽ എണ്ണാകാതെ എണ്ണിടാനുള്ള ഒരു ട്രിക്കുണ്ട്. അപ്പോൾ അതൊക്കെ നന്നായി അരിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ കാച്ചണ ചീൻചട്ടി തന്നെ, ഈ ഇരുമ്പിൻ്റെ ചീൻചട്ടി ഉണ്ടെങ്കിൽ അതാട്ടെ നല്ലത്. എണ്ണ കാച്ചാൻ എപ്പോഴും നല്ല ഇരുമ്പിൻ്റെ ചീൻചട്ടിയാണ്, അല്ലെങ്കിൽ ഉരുളി, ഇൻഡാനിയത്തിൻ്റെ ഉരുളിയാണ്, അതൊക്കെയാണ്. അതൊന്നും ഇല്ലെങ്കിൽ പിന്നെ അലുമിനിയത്തിൻ്റെ വല്ല ചെമ്പട്ടിയൊക്കെ എടുക്കുക നല്ല കേട്ടോ. സ്റ്റീൽ ഒരിക്കലും എടുക്കരുത്. അപ്പോൾ ഞാൻ ചട്ടിക്ക് തന്നെ ഉണ്ടാക്കുകയാണ് കേട്ടോ. അപ്പം ഇന്നലെ മിഞ്ഞാന്നാണ് വെളിച്ചെണ്ണ ആട്ടിച്ച് കൊണ്ടുവന്ന് കിട്ടുക. അപ്പം മിഞ്ഞാന്ന് 2 ദിവസമായി. അപ്പോൾ ഒന്ന് ഊറിൻ്റെ ശേഷം ഇതൊന്ന് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചാണ് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പം ഞാൻ 2-3 ദിവസം ഇപ്പോൾ തേച്ചും ചെയ്തിട്ടാ. തേച്ചിട്ടൊന്നും ഒരു കുഴപ്പമില്ല, എല്ലാവരും തേച്ച് നോക്കി, എല്ലാം ഇതുണ്ട്. നല്ല തലക്കൊക്കെ നല്ലൊരു സുഖം, നല്ല നീര് വറ്റണം. അപ്പം അതിൻ്റെ വേവും ഒക്കെ നമ്മളിത് കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മൾ പുറത്ത് അടുപ്പുമ്മൽ വെച്ച് കാണുന്നത് എനിക്കിങ്ങനെ ഇരുന്ന് കാണ്ട് ഉണ്ടാക്കാമല്ലോ എന്ന് വിചാരിച്ച് കാണ്ട് കേട്ടോ. അപ്പോൾ ചെറിയ തീയിലാണ് നല്ലത്. ഗ്യാസിന്മേൽ വെക്കായ നല്ല, ഗ്യാസിന്മേലാകുമ്പോൾ ഒരുപാട് നേരം കത്തണേ. അപ്പോൾ നമ്മൾ വെളിച്ചെണ്ണ അതിൽ ഒഴിച്ച് കൊടുക്കുകയാണ്. നമ്മൾ 1 ലിറ്ററാണെന്ന് ഞാനൊരു ഇതാക്കി പറയട്ടെ, അളന്നിട്ടൊന്നുമില്ല. 1 ലിറ്ററാണോ അതിന് മേലെ ഉണ്ടോയെന്ന് അറിയില്ല. 1 ലിറ്റർ തന്നെയാണ് ഈ കരന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് അയക്കുക ചട്ടി നിറച്ചുകൊണ്ട് ഒഴിച്ചു കൊടുത്തിക്കണേ. അപ്പോൾ ഈ ഇതൊക്കെ അയക്കാണ്ട് ഇട്ട് കൊടുത്തിട്ടാ. പിന്നെ ഈ താരനുള്ളവരുണ്ടെങ്കിൽ ഒരു 8-10 ചെറിയ ഉള്ളി ചെറുതാക്കി അരിഞ്ഞാണ്ട് അത് ഇട്ട് കൊടുത്തോളുണ്ട്. ഇവിടെ പിന്നെ ആർക്കും താരനില്ല, അതുണ്ടായ ഭയങ്കര ചൊറിച്ചിലും സോക്കടൊക്കെ ഉള്ള. അതിന് പിന്നെ അരിവേപ്പിലുണ്ട്, അതുണ്ടെങ്കിൽ ചെറിയ ഉള്ളി ഇട്ട് കൊടുത്താണ്ട്. ഈ ചെറിയ ഉള്ളി ഇടുമ്പോൾ ഒരു സ്മെല്ലിന് വേറൊരു വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ ഈ പുറത്തൊക്കെ ആണുങ്ങളൊക്കെ പോകുമ്പോഴേ അപ്പോൾ ഓൽക്കൊരു സ്മെല്ലിങ്ങനെ വേറെയുള്ളവർക്ക് മണക്കോ എന്നുള്ളൊരു ഇതുണ്ടാവും. പിന്നെ താരൻ ഉണ്ടെങ്കിൽ അത് കൂട്ടന്നെ വേണം കേട്ടോ, എന്നാലേ താരൻ പോയി കിട്ടുള്ളൂ. അല്ലെങ്കിൽ പിന്നെ അരിവേപ്പില കുറച്ച് കൂടുതലൊക്കെ ഇട്ട് കൊടുക്കുക. അപ്പോൾ പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഞാൻ കൈ വെക്കാതെ ഇളക്കുന്നുണ്ട്. എന്താ വെച്ചാൽ അടി പിടിച്ചാൻ പാടില്ല, അടി പിടിച്ചാളും ചിലപ്പോൾ അടിക്കട് കരിഞ്ഞ് ഇതായിട്ടുണ്ടെങ്കിൽ പിന്നെ അതിൻ്റെ ഫലം പോകട്ടാ. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കിയും കൊണ്ട് ഞാൻ ഇവിടെ ഇരുന്നുകാണ്ട് ഇങ്ങനെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ പുറത്തേക്ക് കൊണ്ടുവന്നത്. അപ്പോൾ നമ്മളെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് ആ ബെല്ലൈക്കൻ്റെ ഓളും കൂടി ഒന്ന് പ്രസ് ചെയ്യാനും ഒന്നും മറക്കരുത്, മടിച്ച് നിൽക്കരുത്. അഭിപ്രായങ്ങൾക്കൊക്കെ കമൻറ്റ് ചെയ്യണം. നിങ്ങളെ സപ്പോർട്ടും സഹകരണമൊക്കെ ഉണ്ടെങ്കിലേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ കേട്ടോ. പിന്നെ എന്തെങ്കിലും വർത്താനത്തിലൊക്കെ എന്തെങ്കിലും പേവും എന്നൊക്കെ പറയും, നമ്മളൊരു നാടൻ വർത്താനാണ്. അപ്പോൾ അതൊക്കെ നിങ്ങളൊന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. ചിലർ പറയും വർത്താനം അങ്ങനെ എന്നൊക്കെ പറയും, അത് നെഗറ്റീവ് കമൻറ്റൊക്കെ ഉണ്ടാവും. ചിലപ്പോൾ നമുക്ക് വീഡിയോ ഇടാതെ ഒന്നും പറ്റില്ല കേട്ടോ. നമ്മൾ ഇത്രയും അയങ്ങാണ്ട് ഇനിയിപ്പോൾ വീഡിയോ ഒരു ഭാഗത്തെത്താതെ നിർത്താൻ പറ്റില്ല. ഇൻഷാ അല്ലാഹ് മുന്നോട്ട് പോകണം എന്ന് തന്നെയാണ് വിചാരിക്കേണ്ടത് കേട്ടോ. അപ്പോൾ നിങ്ങളൊക്കെ സപ്പോർട്ടും സഹകരണമൊക്കെ നമുക്ക് വേണം. നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവരോടും ഒരുപാട് നന്ദിയുണ്ട്. അതൊക്കെ ഞങ്ങളോട് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ തളിച്ച് വരണ്ട്, ഈ തള നിൽക്കോളും നമ്മളിങ്ങനെ അടുപ്പത്ത് തന്നെ ഇടണം കേട്ടോ. ആ തള നിൽക്കാഞ്ഞാൽ നീരിങ്ങനെ ആയിക്കൊണ്ട് നിൽക്കും. ഈ എണ്ണ ഇട്ടതിൻ്റെ ശേഷം ആർക്കെങ്കിലും വല്ല നീരിറക്കാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതോടെ നിർത്തരുത് കേട്ടോ. അപ്പോൾ ആ എണ്ണ ഒന്നുകൂടി ചൂടാക്കുമ്പോൾ ആ നീരൊന്ന് വറ്റിപ്പോവും. അല്ലാതെ എണ്ണ ഇടയിൽ നിർത്തരുത്. ഈ എണ്ണ എൻ്റെ തലക്ക് പറ്റില്ല എന്ന് ആരും വിചാരിച്ചത് കേട്ടോ. നമ്മൾ തീ കയറിയപ്പോൾ ഒരു കൊള്ളി ഇങ്ങോട്ട് എടുത്ത് വെച്ചതാണ്. പിന്നെ ഒരു കൊള്ളി വെച്ച് കൊടുത്തിട്ടാ. പിന്നെ ചെറു തീയിലിങ്ങനെ വെന്ത് അതുകൊണ്ട് അതിൻ്റെ നീരൊക്കെ ആയിക്കാണ്ട് വറ്റിയതാണ്, കരിയും ചെയ്യരുത്. അപ്പോൾ ഒരു 1-1.25 മണിക്കൂർ വരെ ഞാൻ ഇളക്കി വേവിച്ചിരിക്കണം കേട്ടോ. ഇനി ഇവിടെ ആർക്കെങ്കിലും ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ ഉണ്ടാക്കിത്തരാം, എനിക്കൊരു മടിയില്ല കേട്ടോ. എല്ലാ സാധനവും നമ്മളെടുത്ത് തന്നെ ഉണ്ട്. നല്ല നാടൻ വെളിച്ചെണ്ണ കൊണ്ടുവന്നാലും ഞാൻ ഉണ്ടാക്കിത്തരാം, നമുക്കതിനൊന്നും മടിയില്ല കേട്ടോ. ഉണ്ടാക്കാൻ ആവശ്യമുണ്ട്, ഉണ്ടാക്കാൻ കഴിയാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ. പിന്നെ ഒരു സൗന്ദര്യം ഉണ്ടാകുന്ന ഒരു എണ്ണ ഉണ്ട്, വെളിച്ചെണ്ണ കാച്ചലുണ്ട്. അതും വേണമെങ്കിൽ ആർക്കെങ്കിലും ഉണ്ടാക്കണമെങ്കിൽ ഉണ്ടാക്കിത്തരാം. നല്ല നിറവും മുഖവും കൈകാലുകളൊക്കെ നിറം വെക്കണ ഒരു എണ്ണ കേട്ടോ. അതും 2-3 മരുന്നുകൾ ഇട്ടുകാണ് ഉണ്ടാക്കേണ്ടതാണ്. അതാർക്കെങ്കിലും ഉണ്ടാക്കണമെങ്കിൽ ഞാൻ ഉണ്ടാക്കിത്തരാം. നമുക്കിവിടെ പുറത്ത് അടുപ്പുണ്ട്. ഇപ്പോൾ പിന്നെ ഇതില്ല, മുറ്റത്ത് വെച്ച് കാണ്ട് ഉണ്ടാക്കുകയൊക്കെ ചെയ്യാം. ഗ്യാസുമ്മൽ ഇതൊന്നും വെച്ചാൽ മുതലാവില്ല കേട്ടോ. ഗ്യാസുമ്മൽ ഒരുപാട് നേരം കത്തണേ. അപ്പോൾ പിന്നെ വേനൽക്കാലം ആയതുകൊണ്ട് എന്തെങ്കിലും അടുപ്പുമ്മൽ വെച്ച് കൊടുത്താൽ മതിയല്ലോ. ഗ്യാസ് പിന്നെ വാങ്ങാൻ കഴിയണവർക്ക് വെച്ച് വെച്ചിട്ട് കുഴപ്പമില്ല കേട്ടോ. ഒരു 1-1.25 മണിക്കൂറൊക്കെ ഇങ്ങനെ ചെറു തീയിൽ വേവണം. അപ്പോൾ ഇതൊക്കെ ഉണ്ടാ ഒരുവിധമൊക്കെ ഉണ്ടായിക്കണേ.
അപ്പോൾ ഫുള്ളായിട്ടൊന്നും ഞാൻ എടുത്തിട്ടില്ല. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ക്യാമറ ഓൺ ആക്കണം കേട്ടോ, നിങ്ങൾക്ക് അതിൻ്റെ ഇത് കാണാൻ, അതിൻ്റെ വേവ് കാണാനിട്ടാ. അപ്പോൾ നമുക്കതിനെ തോന്നും ഇങ്ങനെ വേവ് ആവണുണ്ടെന്ന്, കരിയാനിട്ട് പാടില്ല അങ്ങനെ ഇട്ടാണ്ടിത്. അപ്പോൾ വൈകുന്നേരം തുടങ്ങിയതിട്ടാ 5 മണി 5 മണി ഇക്കണേ ചട്ടിക്കായപ്പോൾ. പിന്നെ 6 മണി 6:15 കഴിക്കണിട്ട് എടുത്തപ്പോൾ. ഞാൻ എല്ലാ കൊല്ലം ഉണ്ടാക്കലുണ്ട്, അത് നല്ല യൂസ്ഫുൾ ആകലുണ്ട് കേട്ടോ. ഇനി കുറേ കാലത്തിന് ഉണ്ടാവും. ഇപ്പോൾ ഒരു തുള്ളി ഇട്ടാൽ മതി, എന്നാൽ തന്നെ നമ്മൾ തള്ളിക്ക് നല്ല ഓടിൽ വരുത്തുമ്പോഴേ അതിനുള്ള ട്രിക്കുണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. ഒരു കുപ്പിയാണ് കേട്ടോ, അത് ചിലവർക്കൊക്കെ അറിയിക്കാരം. അപ്പം നമ്മൾ എണ്ണയൊക്കെ വാങ്ങി വെച്ച് നമ്മൾ പിറ്റേന്ന് ഞാൻ കുളിക്കാൻ നേരത്താണിട്ടത് ഇതാക്കിയത്. അപ്പോൾ ഇത് ഇതാക്കിയാൽ പിന്നെ അതിൻ്റെ ചണ്ടിയൊക്കെ എൻ്റെ തലയ്ക്ക് തേക്കാമെന്ന് വിചാരിച്ചു കണ്ടേ. നമ്മൾ കുളിച്ചാൽ നേരത്താണിത്. എണ്ണ ഉണ്ടാക്കണവർക്ക് അറിയിക്കാരം കേട്ടോ. പിന്നെ ഈ ചണ്ടി തന്നെ ഉണ്ടാവും കുറേ ദിവസം തേക്കാൻ. ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല കേട്ടോ, ഒരാഴ്ച വരെ ഇപ്പോൾ ഞാൻ അതായിട്ട് ആ ചണ്ടി ഇങ്ങനെ കുറച്ച് തേക്കണം കേട്ടോ. ചണ്ടിയിൽ കുറേ ഉണ്ടാവും. അപ്പോൾ നമ്മളൊരു മുണ്ട്, നല്ല ധാരമുള്ളൊരു മുണ്ട് വെച്ച് കാണ്ട് അതിക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. പിന്നെ നല്ല അരിപ്പുണ്ടെങ്കിൽ അതിലച്ചാക്കിയാലും മതി. അപ്പം അരിപ്പ നനഞ്ഞ മാതിരി തോന്നി, അപ്പം പിന്നെ ഞാൻ മുണ്ടിക്ക് ഉണ്ടാക്കേണ്ടത്. അപ്പം അതിൽ ഇതാക്കിക്കാണ്ട് നല്ല കുപ്പിയിലൊക്കെ ആക്കി വെക്കുകയാണ്. അപ്പം ഞാൻ ഒന്നുകൂടി പറയണേ, ഈ വേനൽക്കാലത്ത് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി വെക്കേണ്ടി. കുട്ടികൾക്കും ആണുങ്ങൾക്കും ഒക്കെ ഇടാം. മുടിയൊക്കെ എല്ലാവർക്കും മുടി ഉണ്ടായിക്കോളൂ. എന്താ വെച്ചാൽ മുടി പോകലെന്ന് അറിയാൻ ഭയങ്കര ഒരു വിഷമമാണ് എല്ലാവർക്കും. പ്രായമില്ലാതെ പ്രായമാവുക, പിന്നെ നിരക്കുക, അതൊക്കെ അല്ലേ ഇപ്പോൾ. അപ്പം ഇപ്പം ഈ വേനലായതുകൊണ്ടേ ഇപ്പോഴാണ് അത് നടക്കൽ. പിന്നെ വരിസത്തൊന്നും ഇത് പറ്റില്ല. പിന്നെ നമ്മൾ വിചാരിച്ചിട്ടൊന്നും അപ്പോൾ ഇടാനും പറ്റില്ല, തീരെ തൽക്കം അപ്പോൾ പറ്റില്ല. അപ്പോൾ നീരിറങ്ങിയും കൊണ്ട് നിൽക്കും. അപ്പോൾ നമുക്ക് 2-3 മാസം എങ്ങനെയായാലും യൂസ് ചെയ്യാൻ പറ്റുമോ ഇപ്പം ഉണ്ടാക്കിയാൽ. 1 ലിറ്റർ ആക്കിയിട്ട് ഒരു 1/2 ലിറ്ററേ കിട്ടുള്ളൂ കേട്ടോ. അതിനനുസരിച്ച് ഒരു തുള്ളി ഇട്ടാലും മതി, അതന്നെ നല്ല കട്ടി ഉണ്ടാവും. അപ്പോൾ അതൊക്കെ നല്ലതായിട്ട് പിഞ്ഞുകാണ്ട് ഞാൻ കുപ്പിക്ക് ആക്കി വെക്കണേ. കുറച്ചൊരു തരിതരിപ്പ് ഉണ്ടിച്ചിട്ട് കുഴപ്പമില്ല. ഇങ്ങനെ ആകുമ്പോൾ പിന്നെ ആണുങ്ങൾക്ക് കൊടുമ്പോഴേ വലിയ ഷർട്ടൊക്കെ ആവും. അപ്പോൾ അതുകൊണ്ടായിട്ട് അരിച്ച് വെക്കേണ്ടത്. അപ്പോൾ അതൊക്കെ തയ്ക്കണ ഈ ചണ്ടി തന്നെ ഉണ്ടെങ്കിൽ കുറേ ദിവസം തേക്കാൻ. കുറച്ചെടുത്ത് ആ ചണ്ടി ഇങ്ങനെ നമുക്ക് തേച്ച് കൊടുക്കുക, കുട്ടികൾക്കൊക്കെ തേക്കുക. നല്ല ഓട്ടൊക്കെ വരുതി പിടിപ്പിച്ചാലേ നല്ല മുടി ഉണ്ടാവും. നല്ല 100% ഉറപ്പായിട്ട് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കേണ്ടി. അപ്പോൾ ഇതാട്ടെ കുപ്പി കണ്ടില്ല, ഒരു ചീപ്പ് പോലെ. ചിലവർക്കൊക്കെ അറിയിക്കാരം ഇപ്പം ഇറങ്ങിയൊരു കുപ്പിയാണിത്. ചിലവർക്കൊക്കെ ഉണ്ടാവും ഈ കരട്ട. ഇതിങ്ങനെ വാങ്ങിച്ചാൽ മതി, എന്നാലും നമ്മളെ കുട്ടികൾക്കൊന്നും കൈമലാവില്ല. എൻ്റെ മോക്കൊക്കെ എണ്ണ തേക്കാൻ ഭയങ്കര മടിയാണ്. അപ്പോൾ ഇതാ അതിൻ്റെ തേക്കൂട്ടാ. അപ്പോൾ ഇതാ കണ്ട ചീപ്പ് പോലെ അതിങ്ങനെ ഓടിക്കിട്ട് ഇങ്ങനെ വരുതി കൊടുത്താൽ മതി. കൈമലേറ്റ എണ്ണ ആവില്ല. ഞാൻ മോൻ്റെ തലയിൽ ഇങ്ങനെ ആക്കി നിങ്ങൾക്ക് കാണിച്ചു തരാട്ടാ. മോനിങ്ങനെ മുടി കൊഴിച്ചിലിങ്ങനെ കുറച്ചുണ്ട്. അവന് പുറത്തൊന്ന് പോയി വന്നാണ്. പുറത്ത് പോയാൽ തന്നെ മുടിയൊന്ന് നല്ല കൊയ്യൽ തുടങ്ങുമല്ലോ. നമ്മൾ നാട്ടിൽ തന്നെ നിൽക്കുമ്പോൾ വലിയ കുഴപ്പമുണ്ടാവില്ല. പുറത്തൊക്കെ പോകുമ്പോൾ മുടി കൊഴിച്ചിലുണ്ടാവും. അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്.